നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സൗദിയിൽ നിന്ന് മടങ്ങി. സിറിയ ഇറാൻ വിഷയങ്ങളിലെ ഒബാമയുടെ നിലപാടിൽ അബ്ദുള്ള രാജാവിന് അതൃപ്തി. കുവൈറ്റിൽ കുടുംബങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്നത് കുറ്റകരം. നിയമം ലംഘിക്കുന്നവർക്ക് 500 ദീനാർ വരെ പിഴ വിധിക്കുമെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാകും. സെപ്റ്റംബർ 11 ഭീകരാക്രമണ കേസിൽ കുവൈത്ത് സ്വദേശി സുലൈമാൻ ബുഗൈസ് കുറ്റക്കാരനെന്ന് അമേരിക്കൻ കോടതി. ചുമത്തിയത് ഗൂഢാലോചന, അൽ-ഖൈദയ്ക്ക് സഹായം നൽകിയെന്നീ കുറ്റങ്ങൾ. ശിക്ഷ വിധിക്കുന്നത് സെപ്റ്റംബറിൽ. സലീം രാജിന്റെ ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ കോടതി പരാമർശം ഗുരുതരമെന്ന് രമേശ് ചെന്നിത്തല. പരാമർശം തിരുത്താൻ നിയമ നടപടികൾ സ്വീകരിക്കും. തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കെതിരായ ജനവിധിയാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയുടെ കൂലിത്തല്ലുകാരനെന്ന് കെ സി ജോസഫിനെ പരിഹസിച്ച് BS അച്യുതാനന്ദൻ. വാർത്തകളിലേക്ക് വിശദമായി. കുവൈത്തിലെ ഖബ്ദ് മേഖലയിൽ ആഭ്യന്തര വകുപ്പ് നടത്തിയ തെരച്ചിലിൽ 102 നിയമലംഘകർ പിടിയിലായി. പുറം ജോലികളിൽ ഏർപ്പെട്ട ഖാദിം വിസക്കാർ, വഴിവാണിപ്പക്കാർ, സ്പോൺസർ മാറി ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരാണ് പിടിയിലായത്. എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അന്വേഷണ വിഭാഗം മേധാവി ഗാസി അൽമിയയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ സമാന പരിശോധനകൾ തുടരുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബാച്ചിലർ താമസക്കാരെ അനുവദിക്കില്ലെന്ന് കുവൈത്ത് മുനിസിപ്പാലിറ്റി. രാജ്യത്തെ നിയമപ്രകാരം ഇത് കുറ്റകരമാണെന്നും നിയമലംഘകർക്ക് 500 ദീനാർ വരെ പിഴ വിധിക്കാൻ വ്യവസ്ഥയുണ്ടെന്നും മുനിസിപ്പാലിറ്റി മേധാവി അഹമ്മദ് അൽ സബീഹ് അറിയിച്ചു. കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിക്കുമെന്നും കെട്ടിട ഉടമകൾ ഇക്കാര്യം ഗൗരവത്തിലെടുക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബർ 11 ഭീകരാക്രമണ കേസിൽ അൽ-ഖ്വയ്ദ നേതാവും കുവൈത്ത് സ്വദേശിയുമായ സുലൈമാൻ ബുഗൈസ് കുറ്റക്കാരനാണെന്ന് അമേരിക്കൻ കോടതി. അമേരിക്കക്കാരെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി, അൽ-ഖ്വയ്ദയ്ക്ക് സഹായം നൽകി എന്നീ കുറ്റങ്ങളാണ് ക്രിമിനൽ കോടതി ബുഗൈസിന് നേരെ ചുമത്തിയത്. വിചാരണ പൂർത്തിയാക്കിയ കോടതി ശിക്ഷ വിധിക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം വിചാരണ ചെയ്യപ്പെടുന്ന ഏറ്റവും മുതിർന്ന അൽ-ഖ്വയ്ദ നേതാവാണ് ഉസാമ ബിൻ ലാദന്റെ പുത്രി ഭർത്താവ് കൂടിയായ അബു ഗൈസ്. ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇദ്ദേഹം അഫ്ഗാനിലെ തോറാബോറ മലയിടുക്കിൽ ചെന്ന് ഉസാമയെ സന്ദർശിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അബു ഗൈസ് അൽ-ഖ്വയ്ദ വക്താവായി പ്രത്യക്ഷപ്പെടുന്ന വീഡിയോ ടേപ്പുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നു. വിമാനങ്ങളുടെ കൊടുങ്കാറ്റിൽ നിന്ന് അമേരിക്കയ്ക്ക് രക്ഷയുണ്ടാവില്ലെന്ന് സെപ്റ്റംബർ ഭീകരാക്രമണത്തിന് തൊട്ടുപിന്നാലെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ ബുഗൈസ് പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കക്കാർക്കെതിരായ ഗൂഢാലോചനയിൽ തനിക്ക് പങ്കില്ലെന്നും അൽ-ഖ്വയ്ദയിൽ തനിക്ക് മതപരമായ റോളാണെന്നുമായിരുന്നു അബു ഗൈസിന്റെ വാദം. വിചാരണയിൽ പ്രോസിക്യൂഷനു വേണ്ടി അറ്റോർണി ജോൺ ക്രോനനും പ്രതിഭാഗത്തിനു വേണ്ടി സ്റ്റാൻലി കോഹനും ഹാജരായി. ജസ്റ്റിസ് ലൂയിസ് കപ്ലനാണ് ബുഗൈസ് കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. കേസിൽ ഇദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ വർഷം ജോർഡാനിൽ വെച്ചായിരുന്നു CIA ബുഗൈസിനെ പിടികൂടിയത്. സെപ്റ്റംബർ 11 സംഭവത്തിന് ശേഷം അൽ-ഖ്വയ്ദയുടെ വീഡിയോ ക്ലിപ്പിംഗുകളിൽ അമേരിക്കക്കെതിരായ ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് കുവൈത്ത് അബു ഗൈസിന്റെ പൗരത്വം റദ്ദു ചെയ്തിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. വിദേശ രാജ്യങ്ങളിലുള്ള വിമോചന പോരാളികൾ ഉടൻ തിരിച്ചെത്തണമെന്ന് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം. സിറിയയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോരാളികളോടാണ് സ്വദേശത്തേക്ക് തിരിച്ചെത്തണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാജ്യത്ത് തിരിച്ചെത്താൻ ഇവർക്ക് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചു. നിശ്ചിത സമയത്തിനകം തിരിച്ചെത്തിയാൽ ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കില്ല. രാജ്യത്തിന് പുറത്ത് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സൗദിയിൽ നിന്ന് മടങ്ങി. സിറിയൻ ഇറാൻ വിഷയങ്ങളിൽ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവുമായി ചർച്ച നടത്തിയെങ്കിലും ഈ വിഷയങ്ങളിൽ റിയാദിനുള്ള അതൃപ്തി മാറ്റാൻ കഴിഞ്ഞില്ലെന്നാണ് വിലയിരുത്തൽ. 3 വർഷമായി പരിഹരിക്കപ്പെടാതെ പോകുന്ന സിറിയൻ ആഭ്യന്തര പ്രശ്നത്തിൽ അമേരിക്ക കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന സൗദിയുടെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബറാക് ഒബാമ വെള്ളിയാഴ്ച റിയാദിലെത്തിയത്. അബ്ദുള്ള രാജാവുമായി 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ സിറിയൻ ഇറാൻ പ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഒബാമ ഫോണിൽ സംസാരിച്ചെങ്കിലും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഒബാമയോ ഇരു വിദേശകാര്യമന്ത്രിമാരോ സിറിയൻ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുമില്ല. ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് റഷ്യയുടെ ശ്രദ്ധയെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ പറഞ്ഞത്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഒബാമയും അബ്ദുള്ള രാജാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം. അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്നലെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ കിരീടാവകാശിയും 2ാം കിരീടാവകാശിയും എത്താതിരുന്നത് അമേരിക്കയോട് സൗദിക്കുള്ള അതൃപ്തി അറിയിക്കുന്നതിന്റെ ഭാഗമാണെന്നും അഭിപ്രായമുണ്ട്. ഇന്നലെ സ്വീകരിക്കാനും ഇന്ന് യാത്ര അയക്കാനും റിയാദ് ഗവർണറും ഡെപ്യൂട്ടി ഗവർണറുമാണ് എത്തിയത്.
വർഷങ്ങൾക്ക് ശേഷം ഇറാനുമായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതോടെ സൗദി അമേരിക്കൻ ബന്ധത്തിൽ ഇടിവ് സംഭവിച്ചുവെന്നും നിരീക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഒബാമയുടെ സന്ദർശനം. മീഡിയ 1, റിയാദ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവാസി ഘടകങ്ങളുടെ പ്രതിനിധികൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി യാംബൂവിൽ നവോദയ സംഘടിപ്പിച്ച പോരകം 2014 ശ്രദ്ധേയമായി. ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുന്നതിനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണമെന്ന് KMCC പ്രതിനിധി നാസർ നടുവിൽ അഭിപ്രായപ്പെട്ടു. 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ഭരണ നേട്ടങ്ങൾ ഒന്നും ഉയർത്തി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത UPAയും മോഡിയുടെ വർഗീയതയും രാജ്യത്തിന് അപമാനകരമാണെന്നും യൂത്ത് ഇന്ത്യ പ്രതിനിധി ജാബിർ വാണിയമ്പലം പറഞ്ഞു. OICC പ്രതിനിധി അക്ബർ മാസ്റ്റർ, നവോദയ പ്രതിനിധി സാബു വെളിയം എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. വേനൽ ചൂടിന് ആശ്വാസമായി അസീർ മേഖലയിൽ 2 ദിവസമായി കനത്ത മഴ. അബഹയിലാണ് കൂടുതൽ മഴ പെയ്തത്. ബീഷ, മദീന, അസ്കരി, സറാത്ത് തുടങ്ങി പ്രവിശ്യയുടെ വിവിധ മേഖലകളിൽ രാവിലെ മുതൽ കനത്ത മഴയാണ് പെയ്തത്. അബഹ ഖമീസ് റോഡിൽ പണി നടക്കുന്നതിനിടെ മഴ പെയ്തത് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാക്കി. ദന്തഹയിൽ മഴ കാരണം നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ ഇന്ന് രാത്രിയും തുടരുകയാണ്. മലർവാടി ബാലസംഘം സലാലയിൽ ബാലോത്സവം സംഘടിപ്പിച്ചു. പബ്ലിക് പാർക്കിൽ നടന്ന പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സലാല മലർവാടി ബാലസംഘം സംഘടിപ്പിച്ച ബാലോത്സവം 2014 പ്രവാസി കുരുന്നുകൾക്ക് ഉത്സവമായി മാറി. പബ്ലിക് പാർക്കിൽ നടന്ന ബാലോത്സവം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ മൻപ്രീത് സിംഗ് ഉദ്ഘാടനം ചെയ്തു. IMI പ്രസിഡന്റ് K. ഷൗക്കത്ത് അലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. 4 മുതൽ 12 വയസ്സുവരെയുള്ള 450ഓളം കുട്ടികളാണ് കിഡ്സ്, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി നടന്ന 20ഓളം വ്യക്തിഗത മത്സരങ്ങളിൽ ആവേശപൂർവ്വം മാറ്റുരച്ചത്. പരീക്ഷാകാലം കഴിഞ്ഞ് പുതിയ ക്ലാസുകളിലേക്ക് ജയിച്ച ആവേശവുമായാണ് കുരുന്നുകൾ ഒരുമിക്കാം ഒത്തുകളിക്കാം എന്ന പേരിൽ സംഘടിപ്പിച്ച ബാലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത്. മലയാള വിഭാഗം കൺവീനർ മോഹൻദാസ് തമ്പി, PN അഷ്റഫ്, K. ഷൗക്കത്ത് അലി മാസ്റ്റർ, ജാബിർ ബാബു, സലീൽ ബാബു എന്നിവർ വിജയികൾക്കും പങ്കെടുത്തവർക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മീഡിയ 1, സലാല. 3.5 മാസക്കാലമായി ജിദ്ദയിലെ പ്രവാസി ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമായി നടന്നു വന്നിരുന്ന 17ാമത് സിഫ് വെസ്റ്റേൺ യൂണിയൻ സോക്കർ ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ആവേശകരമായ ഫൈനൽ മത്സരങ്ങൾക്ക് ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികൾ സാക്ഷ്യം വഹിച്ചു. A ഡിവിഷൻ, B ഡിവിഷൻ, ഇന്റർ സ്കൂൾ, അണ്ടർ 17 എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഇന്റർ സ്കൂൾ വിഭാഗത്തിൽ ഇന്തോനേഷ്യൻ ഇന്റർനാഷണൽ സ്കൂളിനെ ടൈം ബ്രേക്കറിലൂടെ പരാജയപ്പെടുത്തി ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 17 വിഭാഗത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗ്രീൻ ഷോർ ടീംസിനെ തോൽപ്പിച്ച് സ്പോർട്ടിംഗ് യുണൈറ്റഡ് വിജയികളായി. B ഡിവിഷൻ വിഭാഗത്തിൽ 1-നെതിരെ 3 ഗോളുകൾക്ക് YCC ബ്ലൂ സ്റ്റാർ B ടീമിനെ പരാജയപ്പെടുത്തി കിരീടം ചൂടി. കാണികളുടെ ആവേശകരമായ ആർപ്പുവിളികൾക്കിടയിൽ നടന്ന A ഡിവിഷൻ വിഭാഗം ഫൈനലിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് ബ്ലൂ സ്റ്റാർ ക്ലബിനെ പരാജയപ്പെടുത്തി റിയൽ കേരള ടീം കപ്പിൽ മുത്തമിട്ടു. മുൻ സംസ്ഥാന താരം ആസിഫ് സഹീർ, മുൻ ഇന്ത്യൻ താരം ഉമർ ഫാറൂഖ്, ജൂനിയർ സംസ്ഥാന താരം നിസാർ കോയ തുടങ്ങിയവർ വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങി. ഇന്ത്യൻ ഹജ്ജ് കോൺസൽ നൂർ മുഹമ്മദ് ഷെയ്ഖ്, ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മഷൂദ് അഹമ്മദ് തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലയിലെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളെ അനുസ്മരിക്കും വിധം വൻ ജനക്കൂട്ടമാണ് ഫൈനൽ മത്സരങ്ങൾ കാണാൻ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. ഫൈനൽ വീക്ഷിക്കാനെത്തിയവർക്ക് വിവിധ കമ്പനികളുടെ വിമാന ടിക്കറ്റുകളും മോട്ടോർ ബൈക്കും സമ്മാനങ്ങളായി നൽകി. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ. വാർത്തകൾ തുടരുന്നു. വിസ കച്ചവടക്കാർക്കെതിരെ സന്ധിയില്ലാ സമരമെന്ന് കുവൈത്ത് തൊഴിൽ മന്ത്രി ഹിന്ദ് അൽ സബീഹ്. കച്ചവടക്കണ്ണുമായി തൊഴിൽ വിപണി കൈയടക്കിയിരുന്ന മുഴുവൻ പേരെയും പ്രോസിക്യൂഷന് മുന്നിലെത്തിക്കുന്നതുവരെ വിശ്രമമില്ലെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിസക്കച്ചവടവുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളതായി തെളിഞ്ഞ നിരവധി കമ്പനികളുടെ ഫയലുകൾ ഇതിനോടകം തന്നെ ജനറൽ പ്രോസിക്യൂഷന് സമർപ്പിച്ചതായി മന്ത്രി അറിയിച്ചു. ഇത്തരത്തിലുള്ള ഒരു കമ്പനിയും തെളിവുകളുടെ അപര്യാപ്തത കാരണം കോടതിയിൽ നിന്ന് നിരപരാധിത്വം നേടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇതിനായി മന്ത്രാലയത്തിലെ പ്രത്യേക പരിശോധക സംഘം കമ്പനികളിൽ റെയ്ഡ് തുടരുകയാണ്. കുറ്റക്കാരായ കമ്പനികളുടെ ഫയലുകൾ പഴുതടച്ച് പ്രോസിക്യൂഷന് കൈമാറുക എന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ ആരുടെ ഭീഷണിക്ക് മുന്നിലും വഴങ്ങുന്ന പ്രശ്നമില്ലെന്നും ദൈവത്തെ മാത്രമേ താൻ പേടിക്കുന്നുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. വിസക്കച്ചവടക്കാർ മൂലം അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന കാര്യം ഗൗരവമായി കാണേണ്ട വിഷയമാണ്. കമ്പനികളാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട് നിരപരാധികളായ വിദേശികൾ അനധികൃതരായി മാറുന്ന സാഹചര്യം നിസ്സാരമല്ലെന്നും മനുഷ്യക്കടത്ത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശക്തമായ നിയമനിർമ്മാണത്തെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും മന്ത്രി തുടർന്നു. മാർച്ച് 31 ശേഷം വിസിറ്റ് വിസ തൊഴിൽ വിസകളിലേക്ക് മാറ്റുന്നത് നിർത്തിവെക്കുമെന്ന് മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി മന്ത്രി അറിയിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.
ബഹ്റൈനിൽ ജനങ്ങളുമായി മികച്ച ബന്ധം പുലർത്തുകയും സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുവാൻ തീരുമാനം. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ രംഗത്ത് മികച്ച സംഭാവനകൾ അർപ്പിക്കുന്ന ജനകീയ പോലീസ് സേനയുടെ കമ്മ്യൂണിറ്റി പോലീസ് ദിനാചരണം ശ്രദ്ധേയമായി. ജനകീയ പോലീസ് എന്നത് കേവലം സ്വപ്നമോ സങ്കല്പമോ അല്ല, തികഞ്ഞ യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുകയാണ് ബഹ്റൈനിലെ കമ്മ്യൂണിറ്റി പോലീസ്. ജനങ്ങളുമായുള്ള അകലമില്ലാതാക്കുവാൻ വേറിട്ട വഴികളാണ് രാജ്യത്ത് പോലീസ് സേന നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈയിടെ നടന്ന കമ്മ്യൂണിറ്റി പോലീസ് ദിനാചരണം വിവിധ ജനസമ്പർക്ക പരിപാടികൾ കൊണ്ടാണ് ശ്രദ്ധേയമായത്. പോലീസ് വാഹനങ്ങളിലേക്ക് സാധാരണക്കാർക്ക് പ്രവേശനം അനുവദിച്ചും ജനങ്ങളുമായുള്ള ദൃഢമായ ബന്ധത്തെ വിവിധ ജനസമ്പർക്ക പരിപാടികളിലൂടെ മനോഹരമായി ആവിഷ്കരിച്ചും രാജ്യത്തെ പോലീസ് സേന അതിന്റെ ജനകീയ ഭാവം പ്രകടമാക്കി. അഗ്നിശമന സേനയുടെയും ആംബുലൻസ് സർവീസിന്റെയും വിവിധ പോലീസ് വാഹനങ്ങളുടെയും ഡിസ്പ്ലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരാണ് നേതൃത്വം നൽകിയത്. രാജ്യത്ത് മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തുവാനും സാമൂഹിക ബന്ധം സുദൃഢമാക്കുവാനും കമ്മ്യൂണിറ്റി പോലീസ് സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ ഈയിടെ ഊർജിതമാക്കിയിരുന്നു. പൊതുജനങ്ങളും പോലീസും തമ്മിൽ മെച്ചപ്പെട്ട സഹകരണം അനിവാര്യമാണെന്ന ആഭ്യന്തര വകുപ്പിന്റെ കാഴ്ചപ്പാടിന്റെ നിദർശനം കൂടിയായിരുന്നു കമ്മ്യൂണിറ്റി പോലീസ് ദിനാചരണത്തിൽ അരങ്ങേറിയ പരിപാടികൾ. വിവിധ ആഘോഷ സന്ദർഭങ്ങളിൽ ഗതാഗത സംവിധാനം നിയന്ത്രിക്കുക, സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്ക് യാത്രാ സംബന്ധമായ സഹായങ്ങൾ നൽകുക, സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യമാക്കുക എന്നീ ചുമതലകളാണ് കമ്മ്യൂണിറ്റി പോലീസ് രാജ്യത്ത് തൃപ്തികരമായി നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയ പോലീസ് സംവിധാനം തുടരുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ടെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നിഗമനം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ബഹ്റൈനിൽ പ്രവർത്തന ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രാലയങ്ങളും സർക്കാർ ഓഫീസുകളും നടപടികൾ സ്വീകരിക്കണമെന്ന് ചെലവ് നിയന്ത്രണ കമ്മിറ്റി ആവശ്യപ്പെട്ടു. എണ്ണേതര വരുമാനം സർക്കാർ പ്രവർത്തനങ്ങളുടെ മുഖ്യ ഭാഗമാണെന്നും പൊതു ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് പരിഗണിക്കുമെന്നും കമ്മിറ്റി വ്യക്തമാക്കി. സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന മന്ത്രാലയങ്ങൾ അവരുടെ സേവനങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം ശക്തിപ്പെടുത്തണം. കുടിശ്ശികയായി ലഭിക്കാനുള്ള സംഖ്യ ശേഖരിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനും വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നും ഇത്തരത്തിൽ കിട്ടേണ്ട സംഖ്യ യഥാസമയം പിരിച്ചെടുക്കാനും സാധിക്കണം. രാജ്യത്തെ നിയമമനുസരിച്ച് ഇളവ് നൽകേണ്ടവർക്കല്ലാതെ ഇളവുകൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചെലവ് നിയന്ത്രിക്കുകയും വരുമാനം ശക്തിപ്പെടുത്തുകയും ചെയ്ത് മന്ത്രാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ലാഭകരമാക്കേണ്ടത് ആവശ്യമാണെന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ബഹ്റൈനിൽ ഈസ ടൗൺ സൂക്കിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി കടകൾ കത്തിനശിച്ചു. കാർപ്പറ്റുകളും ഫർണിച്ചറുകളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും വിൽപ്പന നടത്തുന്ന സൂക്കിലാണ് തീപിടുത്തമുണ്ടായത്. കത്തിനശിച്ചവയിൽ മലയാളികളുടെ കടകളും ഉൾപ്പെടും. അപകടത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഉംറ തീർത്ഥാടനത്തിനെത്തിയ തൃശൂർ എടമുട്ടം സ്വദേശി അബ്ദുറഹ്മാൻ ശ്വാസതടസ്സം മൂലം മരിച്ചു. 2 ആഴ്ച മുമ്പ് ഭാര്യയോടൊപ്പം ഉംറ നിർവഹിക്കാനെത്തിയ അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് മരിച്ചത്. മൃതദേഹം കിങ് അബ്ദുൽ അസീസ് മഹ്ജർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സമീപകാലത്ത് ഗൾഫ് കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മീഡിയ 1 പ്രവാസോത്സവം ആഘോഷമായി. പ്രവാസലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധം സംഗീതവും കലാരൂപങ്ങളും ഇഴചേർന്ന ഏറ്റവും മികച്ച ദൃശ്യവിരുന്നായിരുന്നു 10,000-ങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സമീപകാലത്ത് ഗൾഫ് കണ്ട ഏറ്റവും മികച്ച ജനസഞ്ചയത്തിന്റെ വേദിയായി മാറിയ പ്രവാസോത്സവം 10,000-ങ്ങൾക്ക് മുന്നിൽ ഹൃദ്യമായ ദൃശ്യവിരുന്നായി മാറി. 30,000-ത്തോളം പേർ ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ത്രിമാന സ്വഭാവത്തിൽ സംവിധാനിച്ച ആകർഷകമായ കൂറ്റൻ വേദിയിലായിരുന്നു പ്രവാസോത്സവം. സംഗീതത്തിന്റെ അകമ്പടിയിൽ നർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുള്ള വിവിധ കലാരൂപങ്ങളാണ് പ്രമുഖ സംവിധായകൻ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ വേദിയിലെത്തിയത്. 1 വർഷം മാത്രം പ്രായമായ ചാനലിനെ ജനങ്ങൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഈ കാണുന്ന ജനക്കൂട്ടമെന്ന് സിനിമാ നടി ഭാവന പറഞ്ഞു. സിനിമാ താരം നിവിൻ പോളി, രമ്യ നമ്പീശൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയിരുന്നു. അറബ് ലോകത്തെയും കേരളത്തിലെയും മലയാളി ഗായകരുടെ നിര സദസ്സിന് ആനന്ദം പകർന്നു. ശരാശരി പ്രവാസിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ പ്രവാസോത്സവത്തെ 10,000-കണക്കിന് was really a melodious evening. That is what we enjoyed. The different types of arts and their presentation, everything was very much impressive. ഈ അടുത്ത കാലത്ത് ഇത്രയും നല്ലൊരു പരിപാടി ഇത്രയും ജനക്കൂട്ടം കണ്ടിട്ടില്ല. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സംവിധാനം, എല്ലാവരും പുതിയ രീതിയിലുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്. ഗൾഫിലെ സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരായ പ്രവാസികളെ ആദരിച്ച മീഡിയ 1 മറ്റൊരു ചരിത്രം കൂടി രചിച്ചു. ആദ്യമായാണ് അറിയപ്പെടാതെ പോകുന്ന ജനസേവകരെ ഒരു ചാനൽ ആദരിക്കുന്നത്. 1 വർഷത്തെ പ്രായം മാത്രമുള്ള മീഡിയ 1 അതിവേഗം മുന്നേറുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഷാർജയിൽ നടന്ന പ്രവാസോത്സവം. നിസ്വാർത്ഥ സേവനത്തിന്റെ യഥാർത്ഥ മുഖങ്ങളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മലയാള മാധ്യമ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരിപാടിയായി ഈ ആദരിക്കൽ ചടങ്ങ് മാറി.
9 വ്യക്തികളെയും 3 കൂട്ടായ്മകളെയും ദിവസങ്ങൾ നീണ്ട ഓൺലൈൻ പോളിംഗിലൂടെയായിരുന്നു ഈ ആദരവിനായി തിരഞ്ഞെടുത്തത്. പ്രവാസത്തിന്റെ പൊള്ളുന്ന ചൂടിൽ മറ്റുള്ളവർക്കായി തണൽ വിരിച്ച വൻമരങ്ങളെ ഓരോ പ്രവാസിക്കു വേണ്ടിയും മീഡിയ വൺ ആദരിക്കുകയായിരുന്നു. സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഗൾഫ് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച KMCCക്ക് വേണ്ടി സംഘടനയുടെ UAE പ്രസിഡന്റ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം ഡോക്ടർ ആസാദ് മൂപ്പനിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ശ്രീനാരായണീയ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് പ്രവാസികളുടെ ക്ഷേമത്തിനു വേണ്ടി UAE അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സേവനം സെന്ററിനുള്ള അവാർഡ് മീഡിയ വൺ അഡ്വൈസറി ബോർഡ് അംഗം PV അബ്ദുൽ വഹാബ് സമ്മാനിച്ചു. പിന്നീട് മരുഭൂമിയിലേക്ക് ലോഞ്ച് കയറിയ ആദ്യകാല പ്രവാസികളുടെ ആശ്രയമായിരുന്ന ഖോർഫുഖാനിലെ കാലിക്കറ്റ് ഹോട്ടൽ ഉടമ സിദ്ദീഖിനെയും വേദിയിൽ ആദരിച്ചു. പ്രവാസ ലോകത്ത് സേവനരംഗത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന 9 പേരുടെ ഊഴമായിരുന്നു അടുത്തത്. ഷാർജയിലെ അഷ്റഫ് താമരശ്ശേരി, മസ്കറ്റിലെ PM ജാബിർ, സലാലയിലെ KS മുഹമ്മദ് അലി, കുവൈത്തിലെ തോമസ് മാത്യു കടവിൽ, ഖത്തറിലെ കരീം അബ്ദുള്ള, ദമാമിലെ സഫിയ അജിത്ത്, റിയാദിലെ ശിഹാബ് കൊട്ടുകാട്, ബഹ്റൈനിലെ സേവനരംഗത്തെ നിത്യസാന്നിധ്യമായ KT സലീം എന്നിവർ വേദിയിൽ ആദരവുകൾ ഏറ്റുവാങ്ങി. സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് വിതരണം. പുതിയ കേരളത്തെ നിർമ്മിച്ച പ്രവാസികളിലെ നിസ്വാർത്ഥ സേവകരെ ആദരിക്കുവാൻ 10,000 ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. മീഡിയ വൺ, ദുബായ്. അന്താരാഷ്ട്ര നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ ബഹ്റൈൻ എന്നും മുന്നിലാണെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ. നീതിയും സമത്വവും സ്ഥാപിക്കുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യം ശക്തമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പര വിശ്വാസത്തോടെയും സ്നേഹ സൗഹാർദ്ദത്തോടെയും കഴിയുന്ന ജനതയെയാണ് സ്വപ്നം കാണുന്നത്. ഇത് സാധ്യമാക്കുന്നതിന് വലിയൊരളവിൽ സാധിച്ചിട്ടുണ്ടെന്നും ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ, മനുഷ്യാവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് ഭരണഘടനയും നിയമവും നൽകുന്നത്. രാജ്യത്തെ മുഴുവൻ തൊഴിലാളികൾക്കും അവരുടെ സാവകാശം ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയവും മറ്റ് സർക്കാർ സംവിധാനങ്ങളും കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നും രാജാവ് പറഞ്ഞു. കേരളത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ ഒമാൻ OICC മസ്കത്തിൽ കുടുംബസംഗമം ഒരുക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നാട്ടിലെ കുടുംബാംഗങ്ങളെ പരമാവധി പങ്കെടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് വോട്ടുറപ്പാക്കും. KPCCയുടെ പ്രചാരണ നിർദ്ദേശങ്ങൾ യോഗത്തിൽ വിതരണം ചെയ്തു. ഗ്ലോബൽ സെക്രട്ടറി ശങ്കരപിള്ള കുമ്പളത്ത് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഒമാൻ പ്രസിഡന്റ് സിദ്ദീഖ് ഹസൻ അധ്യക്ഷനായിരുന്നു. ഭാരവാഹികളായ NO ഉമ്മൻ, ലാജുദ്ദീൻ, മാന്നാർ അയ്യൂബ്, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സൗദി സാമൂഹ്യ പ്രവർത്തക മഹ അൽ മുനീഫിന് ധീരതയ്ക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ സമ്മാനിച്ചു. സൗദി സന്ദർശനത്തിന്റെ ഭാഗമായി റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിലാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അവാർഡ് ഒബാമ സമ്മാനിച്ചത്. അമേരിക്കയിൽ മിഷേൽ ഒബാമ സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ മഹ മുനീഫിന് എത്താൻ സാധിച്ചിരുന്നില്ല. സൗദിയിലെ കുടുംബങ്ങൾക്ക് അകത്ത് നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇവർ ശ്രദ്ധേയായത്. കുടുംബ സുരക്ഷ, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ സജീവ സാന്നിധ്യമാണ് മഹ. ദേശീയ കുടുംബ സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ ഗുരുതരമാണെന്ന് രമേശ് ചെന്നിത്തല. പരാമർശങ്ങൾ നീക്കാൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല വ്യൂ പോയിന്റിൽ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രിയുടെ കരണത്തടിക്കുന്ന പരാമർശമാണ് ഹൈക്കോടതി നടത്തിയതെന്ന് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ മുൻഗൺമാൻ സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ ഗുരുതരമാണെന്ന് മീഡിയ വണ്ണിന്റെ വ്യൂ പോയിന്റിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം നിലവിലില്ല. ഹൈക്കോടതി പരാമർശങ്ങൾ ഒഴിവാക്കാൻ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ പരാമർശങ്ങൾ ഗുരുതരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് നീക്കി കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിയമപരമായ മാർഗങ്ങൾ തേടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ ചെയ്തികൾക്ക് ഉമ്മൻചാണ്ടിയുടെ കരണത്തേറ്റ അടിയാണ് ഹൈക്കോടതി പരാമർശമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പരിഹസിച്ചു. ഹൈക്കോടതി പരാമർശത്തിലുള്ള അസഹിഷ്ണുതയാണ് മന്ത്രി KC ജോസഫ് പ്രകടിപ്പിക്കുന്നത്. KC ജോസഫ് മുഖ്യമന്ത്രിയുടെ കൂലിത്തല്ലുകാരനായി തീർന്നിരിക്കുകയാണെന്നും VS പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് തന്നെ പിടികൂടുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് താടിക്കിങ്ങനെ പിടിച്ചിട്ട് ഒരു ഘടകത്ത് അതിശക്തമായ അടി കൊടുക്കുകയാണ് ജഡ്ജി ചെയ്യുന്നത്. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന മുഖ്യമന്ത്രിക്ക് ഹൈക്കോടതി പരാമർശത്തോടെ ജനവിധി എതിരാകുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. ഭൂമി തട്ടിപ്പ് കേസിൽ റിവ്യൂ പെറ്റീഷൻ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പാർട്ടി ഇതിൽ ഇടപെടില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന് പാർട്ടി നിർദ്ദേശം നൽകില്ലെന്നും സുധീരൻ ആലപ്പുഴയിൽ പറഞ്ഞു. അല്ല, KPCC പറഞ്ഞത് വേറൊന്നുമല്ല. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോഴും പറഞ്ഞത്
ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റാണ്. പാർട്ടിക്ക് അതിനകത്ത് പ്രത്യേക നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് ഉചിതമല്ല. ഗവൺമെൻറ്റാണ് ആ കാര്യം പരിശോധിച്ച് തീരുമാനം ചെയ്യുന്നത്. ഈ വിഷയമാണ് ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് ഇന്ന് പരിശോധിക്കുന്നത്. OICC നേതാവ് ബിജു കല്ലുമല ദമാമിൽ നിന്നും സ്കൈപ്പിലൂടെ തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കും. ഇടത് സാംസ്കാരിക പ്രവർത്തകൻ കെ അബൂബക്കറിനെയും രാഷ്ട്രീയ നിരീക്ഷകൻ റഫീഖുദ്ദീൻ പാലേരിയെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ബിജു കല്ലുമല, മുഖ്യമന്ത്രിക്കെതിരായ പരാമർശം ഗുരുതരമാണെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് കോടതിയും പറഞ്ഞു, മറ്റു തരത്തിലുള്ള വിലയിരുത്തലുകളും വന്നു. പക്ഷേ അത് ഗുരുതരമാണെന്നുള്ള ഒരു പ്രതികരണമായിരുന്നില്ല രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടിയിരുന്നത്. മറിച്ച് VM സുധീരൻ പറയുന്നത് ഇക്കാര്യത്തിൽ, ഈ കേസിൻ്റെ കാര്യത്തിൽ സർക്കാരിന് പാർട്ടി ഒരു നിർദ്ദേശവും നൽകില്ല എന്നാണ്. പ്രത്യക്ഷത്തിൽ രണ്ട് വിരുദ്ധാഭിപ്രായങ്ങൾ. ഒറ്റക്കെട്ടായി ഉമ്മൻചാണ്ടിക്ക് ഈ കേസിൽ ഒറ്റക്കെട്ടായുള്ള പിന്തുണയില്ല എന്നുള്ള സംശയം തോന്നിയാൽ അതിനെങ്ങനെ മറുപടി നൽകും കോൺഗ്രസ്? തീർച്ചയായും ഈ വിഷയത്തിൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ വിധി വന്ന ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം ഇത് ജനങ്ങളുടെ കോടതിയിലേക്ക് വിഷയങ്ങൾ വിടുകയാണ്, ജനങ്ങളുടെ ഇടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകട്ടെ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. മുൻപ് നമുക്കറിയാം, മുൻപ് പലപ്പോഴും മറ്റു പല ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെയൊക്കെ നേതാക്കന്മാർക്കെതിരെ കോടതി വിധി വരുമ്പോൾ കോടതി വിധികളെ ചോദ്യം ചെയ്യുകയും വിധി പറയുന്ന ജഡ്ജിമാർക്കെതിരെ സമരങ്ങളുമായിട്ട് CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മറിച്ച് ഇവിടെ വളരെ സുതാര്യമായിട്ട് ഈ വിഷയത്തെ വളരെ താല്പര്യപൂർവ്വം ഈ വിഷയത്തിൽ അനുഭാവപൂർവ്വം ആ കോടതി വിധിയെ കാണുകയും കോടതി വിധി അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നൊരു മുഖ്യമന്ത്രിയും പാർട്ടി സംവിധാനങ്ങളും പറയുമ്പോൾ അതിൽ എവിടെയാണ് ഒരു അസ്വാഭാവികതയുള്ളത്? അതിലൊരു അസ്വാഭാവികത നമുക്ക് കാണാൻ കഴിയുന്നത്. തന്നെയുമല്ല, ഈ കേസിന്റെ ഒരു നിയമപരമായ വശങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കേസിൽ കക്ഷി ചേർക്കപ്പെടാത്ത ഒരാളെ കുറിച്ച് കേസിന്റെ വിധി വരുമ്പോൾ, വിധിന്യായം പ്രഖ്യാപിക്കുമ്പോൾ ആ ആളിനെ കുറിച്ച് പരാമർശിക്കാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് നിലനിൽക്കുമ്പോൾ എന്ത് അർത്ഥത്തിലാണ് ബഹുമാന്യനായ ജഡ്ജി ശ്രീ അരുൺ റഷീദ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവന നടത്തിയത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യം സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുവാനോ വേണ്ടിയിട്ട് ജഡ്ജിമാർ അതിന് വഴിയാടുകളാകുക എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ അവസ്ഥയാണ്. തന്നെയുമല്ല, ഇത് ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ജനങ്ങൾക്ക് സംശയം തോന്നുവാനും നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാനും ഇത് ഉപകരിക്കുകയുള്ളൂ. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇദ്ദേഹം തന്നെയാണ് ശ്രീ പിണറായി വിജയൻ, CPM സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള SNC ലാവ്ലിൻ കേസിന്റെ വിസ്താരത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിൽ നിന്നും ഈ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സംശയം. അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് എടുത്ത് നിൽക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിലെ പ്രമുഖനായ ഒരു പാർട്ടിയുടെ നേതാവിനെ, അതും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മൊത്തം പ്രതിക്കൂട്ടിലാക്കുവാനായിട്ട് ഒരു നീതിപാലകൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു സ്വാഭാവിക സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റൈറ്റ്. രാഷ്ട്രീയ നിരീക്ഷകൻ റഫീഖുദ്ദീൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ റഫീഖുദ്ദീൻ, സാധാരണഗതിയിൽ തിരിച്ചാണ് ഉണ്ടാവേണ്ടിയിരുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് ആദർശധീരനായ VM സുധീരനായിരുന്നു. പക്ഷേ സുധീരൻ നേരെ തിരിച്ചാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടിക്ക് ഒരു പക്ഷേ പൂർണ്ണ പിന്തുണയും നൽകുന്ന ഒരു രീതിയിൽ സുധീരൻ പ്രതികരിക്കുന്നു. നേരെ തിരിച്ച് രമേശ് ചെന്നിത്തല പറയുന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ താങ്കൾ വിലയിരുത്തുന്നത്? നമ്മൾ പൊതുജനങ്ങൾ എന്ന നിലയിൽ ആരെ വിശ്വാസത്തിലെടുക്കുമെന്നാണ് പ്രധാനപ്പെട്ട വരുന്ന വിഷയം. കാരണം ജനങ്ങൾ മന്ത്രി എന്ന നിലക്ക് ആഭ്യന്തരമന്ത്രിയെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും പിന്തുടരുക എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ്. VM സുധീരന് വന്നത് നമുക്ക് രാഷ്ട്രീയമായ തരത്തിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ അച്യുതാനന്ദൻ TP നിലപാടിൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്ന് പിറകോട്ട് പോയതുപോലെ VM സുധീരനും ഒരു മൂല്യശോഷണം വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അർത്ഥത്തിൽ ജനങ്ങൾ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ആരെ മുഖവിലക്കെടുക്കണം, രാഷ്ട്രീയത്തിലും നമ്മുടെ മുഖ്യധാര പൗരബോധത്തിലും ആരെ മുഖവിലക്കെടുക്കണം. രാഷ്ട്രീയം തന്നെ നമുക്ക്
ഒരർത്ഥത്തിൽ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് എന്നാണ് എൻ്റെ ഉത്തരം. ശ്രീ റഫീഖുദ്ദീൻ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ് ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഏത് രീതിയിലായിരിക്കും ഈ പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിൽ UDF-നെ ബാധിക്കുക? ഈ ഒരു ഇഷ്യൂ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം കോടതി വിധി ജനങ്ങളുടെ മുന്നിൽ മാത്രമാണ് വരുന്നത്. ഒരു രാഷ്ട്രീയ ഇഷ്യൂ ആയി പ്രതിപക്ഷം ഇതിനെ ഉയർത്തിക്കൊണ്ടുവരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പക്ഷവും പ്രതിപക്ഷവും ഒരേ തരത്തിൽ സമാന രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ വിലയിരുത്തൽ. റൈറ്റ്. ശ്രീ ബിജു കല്ലുമല, കേസിൽ റിവ്യൂ പെറ്റീഷൻ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണെന്നാണ് VM സുധീരൻ ഇന്ന് പ്രതികരിച്ചത്. പാർട്ടി ഇതിൽ ഇടപെടില്ല എന്നും സർക്കാരിന് പാർട്ടി നിർദ്ദേശം നൽകില്ല എന്നും സുധീരൻ പറഞ്ഞു വെക്കുന്നു. എങ്ങനെയാണ് പാർട്ടി ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിനെതിരെയുള്ള ഒരു കേസ് എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാടുകൾ അദ്ദേഹം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും ഒക്കെ പങ്കുവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ റിവ്യൂ പെറ്റീഷനിലേക്ക് പോകണോ പോകണ്ടായോ എന്ന് പാർട്ടി അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹമല്ല തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായും ഗവൺമെന്റിനെതിരെയുള്ള പരാമർശം എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം വരുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുക്കേണ്ടത് സർക്കാരും അല്ലെങ്കിൽ അതുപോലെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. അതിൽ അദ്ദേഹത്തിന്റെ പരിമിതികൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ ശ്രീ VM സുധീരനെ പോലെയുള്ള ഒരു നേതാവ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഉമ്മൻചാണ്ടിക്കെതിരായി നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണം അത് വസ്തുനിഷ്ഠമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പലപ്പോഴും നമുക്കറിയാം കോടതി വിധികൾ വരുമ്പോഴൊക്കെ മുൻപുള്ള KPCC അധ്യക്ഷന്മാരും ഒക്കെ ഈ നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും ജഡ്ജിമാരെ തെറി പറയുവാനോ ജഡ്ജിമാരെ പ്രതീകാത്മകമായിട്ട് നാടുകടത്തുവാനോ അതല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ നടത്തുവാനോ ഒന്നും കോൺഗ്രസ് പ്രസ്ഥാനം ഇതുവരെ ഒരു കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. ആ ഒരു കോൺഗ്രസ് മുൻകാലങ്ങളിൽ സ്വീകരിച്ചു വന്ന അതേ ഒരു നിലപാട് തന്നെയാണ് ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എന്റെ സത്യം. താങ്കൾ പറഞ്ഞതിന് അംഗീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചെന്നിത്തല പറഞ്ഞതിനെ എങ്ങനെയായിരിക്കും പാർട്ടി ന്യായീകരിക്കുക? അല്ല, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹമാണല്ലോ ശരിക്കും ഈ വിഷയത്തിൽ ഇത് അന്വേഷണം നടത്തുന്നത് പോലീസ് ആയതുകൊണ്ടും അന്വേഷണം വരേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നായതുകൊണ്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ അതിൽ പോലും ശ്രീ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു പരാമർശം നടത്തിയെന്ന് എങ്ങും നമ്മൾ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിലപാടുകളിൽ ഒരു വൈരുദ്ധ്യം അവിടെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. കാരണം രണ്ടുപേരും ഒരേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഉപയോഗിച്ച വാക്കുകൾ ഒരുപക്ഷെ വ്യത്യസ്തമാകാമെന്നുള്ളതല്ലാതെ ഈ നിലപാടുകളിൽ വ്യത്യസ്തതയുണ്ട് എന്ന് തോന്നുന്നില്ല. റൈറ്റ്. കാസർകോട്ടിൽ നിന്നും താജുദ്ദീൻ എന്ന പ്രേക്ഷകൻ ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ താജുദ്ദീൻ, പറഞ്ഞോളൂ. സാർ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സുതാര്യമായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഞാനൊരു പാർട്ടിക്കാരനുമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു സുതാര്യനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. ഈ മന്ത്രിക്ക് ആരാണ് ചിലപ്പോൾ കള്ളന്മാറും അകത്ത് കയറിയിരിക്കാം. ഇപ്പൊ നമുക്കൊക്കെ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനാണെന്നതിലുപരി എനിക്ക് വിളിച്ചാൽ ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു മന്ത്രിയായിരുന്നു. ഇത്രയും കൊല്ലത്തിന് ശേഷം ഒരു എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിന്ന് അപ്പോൾ തന്നെ അതിന് പ്രതിവിധി ഉണ്ടാകുന്നു. അപ്പൊ ഇത് കോടതി പറഞ്ഞുകൊണ്ടൊന്നും വലിയ കാര്യമല്ല. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടി ഭരിച്ചാൽ ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മാത്രമാണ് അവിടെ അധികാരം. ഇത് ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സുതാര്യതയായിരുന്നു. നാം ഇത് കണ്ടതാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ്. ഞാൻ എത്രയോ കാര്യങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടാൽ ഞാൻ ഡയറക്റ്റ് അവിടെ നിന്ന് വിളിച്ചപ്പോൾ അതിന് ഉത്തരം കിട്ടും, എന്താണ് പ്രശ്നമെന്ന് അന്വേഷിക്കുകയും ചെയ്യും ശരിക്കുള്ളത്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും പാർട്ടി ഭരിച്ചാൽ അത് സഖാക്കളോട് ചോദിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലോ ഇപ്പൊ മുസ്ലിം ലീഗ് ആണെങ്കിലോ ലീഗിന്റെ ലെറ്റർ വേണം, ലീഗുകാരനോട് ചോദിക്കണം. ഇതൊക്കെയാണ് സംഭവം. പക്ഷെ ഇയാളൊരു സുതാര്യത എന്നായതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി നമുക്ക് പറയാനുള്ളത് ഇതാണ് ശരിയാണെന്നാണ്. നന്ദി പ്രതികരിച്ചതിന്. ശ്രീ ബിജു കല്ലുമല, കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലൂടെ വ്യക്തമാക്കിയ ഒരു കാര്യം, പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുമ്പോൾ ഇന്റലിജൻസ് നൽകുന്ന വിവരങ്ങളും മറ്റ് പരിശോധനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാവൂ. പക്ഷേ അങ്ങനെയുള്ള
ഒരു അങ്ങനെയുള്ള പരിശോധനകളൊന്നും നടത്താതെ, അല്ലെങ്കിൽ ഇൻ്റലിജൻസിൽ നിന്ന് സലീം രാജിനെതിരെയുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇൻ്റലിജൻസ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടും അക്കാര്യമെല്ലാം അവഗണിച്ചുകൊണ്ടാണ് സലീം രാജിനെ വീണ്ടും പേഴ്സണൽ സ്റ്റാഫിൽ എടുത്തത് എന്നും ആക്ഷേപമുണ്ട് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന്. രമേശ് ചെന്നിത്തല ഈ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകാതെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കം ഉണ്ടാവുന്നു എന്നുള്ള സൂചന അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. കാരണം ഇവിടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം നമുക്കറിയാം. മുൻപ് ഇത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണല്ലോ. ഇവിടെ ഏതെങ്കിലും സർക്കാരുകളോ മന്ത്രിമാരോ അധികാരത്തിൽ വരുമ്പം സ്ഥിരമായിട്ട് പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്നതിന് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും മുൻകാലങ്ങളിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും അനുവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം മന്ത്രിമാരുടെ ഓഫീസുകൾ നിയമിക്കുന്ന സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നാമ്പുറങ്ങൾ, അവരുടെ മറ്റുള്ള ബന്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും അന്വേഷിച്ച് അവർ വളരെ സംശുദ്ധമായ കരങ്ങളുള്ളവരാണ് എന്ന് ബോധ്യം വരുത്തുവാനും അങ്ങനെയുള്ളവരെ സ്റ്റാഫിൽ നിയമിക്കുവാനും മന്ത്രിമാർ ബാധ്യസ്ഥരാകണം. അതിനൊരു തുടക്കം ശ്രീ രമേശ് ചെന്നിത്തല കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ വെച്ചിട്ടുള്ള സ്റ്റാഫുകളിൽ അദ്ദേഹം തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അതിനു മുൻപ് ചെയ്തിരുന്നവരെല്ലാം തെറ്റുകാരാണ് എന്ന് അർത്ഥമില്ല. കാരണം തന്നെയുമല്ല, മുൻകാലങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും തമ്മിൽ വളരെ നല്ല രീതിയിൽ വളരെ ഒരു നല്ല കെമിസ്ട്രി അവരുടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല സപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് അദ്ദേഹം കൊടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അവർ പക്ഷേ മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തല നൽകിയ വലിയ ഒരു പിന്തുണ തന്നെയാണ്. അല്ലെങ്കിൽ അത് KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ കൂട്ടിച്ചേർന്ന് വളരെ സുശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമാണല്ലോ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം തന്നെ. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് യാതൊരുവിധ അവസരങ്ങളും ഉണ്ടാകാതെ കോൺഗ്രസിന്റെ സീറ്റ് നിർണ്ണയം നടത്തുവാൻ കഴിഞ്ഞത് തന്നെ ഇവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അതുകൊണ്ട് അതിനെ ഒരു തെറ്റായ വ്യാഖ്യാനം നടത്തേണ്ടതായിട്ടില്ല. കാരണം ശ്രീ ബിജു കല്ലുമല, കോടതി തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും പൊതുജനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഈ വിഷയത്തിൽ സംശയത്തിന്റെ ദൃഷ്ടിയിൽ തന്നെയാണ് നിർത്തുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. നേരത്തെ ഈ കേസിൽ സർക്കാർ എടുത്ത നിലപാടുകൾ സലീം രാജിന്റെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞപ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് കാട്ടി സ്റ്റേ വാങ്ങി സർക്കാർ. പിന്നീട് സോളാർ തട്ടിപ്പ് കേസിൽ സലീം രാജിന് പങ്കില്ലെന്ന് കാട്ടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതും ഈ സർക്കാർ തന്നെയാണ്. ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള പരാമർശം കൂടി വരുമ്പോൾ പൊതുജനങ്ങളുടെ കണ്ണിൽ ഇപ്പോഴും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും. എങ്ങനെ പ്രതികരിക്കുന്നു? ഒരു ജനകീയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ വസതിയും നമുക്കറിയാം. രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5:30 മണിക്ക് നിങ്ങൾ തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലെത്തിയാൽ ഒരു വലിയ ആൾക്കൂട്ടം, അവിടെ ഒരു ഉത്സവ പ്രതീതിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലും അദ്ദേഹത്തിന്റെ വീടുകളിലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഏത് തരത്തിലുള്ള ജനങ്ങൾ വന്നാലും അവർക്ക് മുഖ്യമന്ത്രിയെ നേരിൽ അവരുടെ പരാതികൾ പറയുവാനും അവർ പറയുന്ന പരാതികളെ വളരെ താല്പര്യപൂർവ്വം കേൾക്കുവാനും ശ്രീ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്യുവാൻ ചിലരെങ്കിലും അത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് ജനകീയനായ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തുന്ന വളരെ ജനകീയമായ പ്രവർത്തനങ്ങളിൽ അങ്ങനെ തന്റെ ഓഫീസിനെ സലീം രാജ് ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടാവാം എന്നെങ്കിലും പറയാൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത്? അല്ല, സലീം രാജിനെതിരെ ആരോപണം വന്ന സമയത്ത് തന്നെ സലീം രാജിനെതിരെ നടപടിയെടുക്കുകയും എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് കാണാതെ പോകുന്നു? സലീം രാജിനെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ നിന്ന് പുറത്താക്കുകയും സലീം രാജിനെതിരെ കേസെടുത്ത് സലീം രാജിനെ ജയിലിലാക്കുകയും ചെയ്തത് ഈ മുഖ്യമന്ത്രിയല്ലേ? അപ്പൊ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, മുഖ്യമന്ത്രിയുടെ സംരക്ഷണം സലീം രാജിന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ പുറത്ത് ഈ പേരിൽ ജയിലിലേക്ക് പോകാൻ സലീം രാജ് പോകേണ്ട ആവശ്യം വരികയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ പേരിലുള്ള കേസുകൾ തേച്ചുമായിച്ച് കളയുവാൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് തന്നെ ബാലിശമായ കാര്യങ്ങളല്ലേ? ഞാൻ തിരിച്ചു വരാം. മുണ്ടക്കലിൽ നിന്നും അൻവർ എന്ന പ്രേക്ഷകൻ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ അൻവർ, പറഞ്ഞോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളായ ഇടതുപക്ഷത്തിന് ഈ മുഖ്യമന്ത്രിയെ കുറ്റം പറയാൻ എന്താണ് അധികാരമുള്ളത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഉമ്മൻചാണ്ടി എന്നൊരു നല്ല വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ഹീനമായ പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി പ്രതികരിച്ചതിന്. ശ്രീ റഫീഖുദ്ദീൻ പാലേരി, ഇന്നലെ മുഖ്യമന്ത്രി ആലപ്പുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ഭൂമി തട്ടിപ്പ് കേസ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. അന്ന് വെറും ഒരു സിവിൽ കേസായാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇതിനെ സമീപിച്ചത്. ഇത് 2 വ്യക്തികൾ തമ്മിൽ നടന്ന
പ്രശ്നം മാത്രമാണ്, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി ഇതിനെ നേരിടേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം. ഇക്കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇക്കാര്യത്തെ നിരീക്ഷിക്കുന്നത്? അല്ല, ഇന്നത്തെ പത്രം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതിൽ കക്ഷികളായവർ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഓഫീസർക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ ഒരു നടപടിയും എടുക്കാതെ വളരെ താഴെക്കടയുള്ള പഞ്ചായത്ത് ഓഫീസർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരിൽ നടപടിയെടുക്കുക എന്നൊരു നിലപാടിലേക്കാണ് പോയത്. ഈ ഒരർത്ഥത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയെ വിശ്വസിക്കാൻ സാധ്യമല്ല എന്നാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെയോ ഓഫീസിന്റെയോ വിശദീകരണം കേൾക്കാതെയാണ് കോടതി പരാമർശം നടത്തിയതെന്നും മുഖ്യമന്ത്രി പറയുന്നു. ന്യായമല്ലേ അത്? കോടതിയിൽ മുഖ്യമന്ത്രിക്ക് വക്കീലിനെ സ്ഥാപിക്കാൻ ഇടമുണ്ടല്ലോ, ആ ഇടം എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയില്ല? റൈറ്റ്, അതിന് ഉത്തരം പറയേണ്ടത് ശ്രീ ബിജു കല്ലുമലയാണ്. തീർച്ചയായിട്ടും ഞാൻ മുൻപ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ മുഖ്യമന്ത്രിയുടെ പേരിൽ എവിടെയെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഭൂമി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഏത് കേസിലാണ് പ്രതിയായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേരിൽ എവിടെയെങ്കിലും ഈ ഒരു കേസിൽ പ്രതിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തിയോ അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരുവിധ കേസുകൾ നിലവിലില്ല. ആരും അങ്ങനെ ഒരു പരാതി കൊടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. തന്നെയുമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കേസിൽ കക്ഷിയല്ലാത്ത ഒരാളെ കുറിച്ച് കോടതി വിധികൾ പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുകൾ അതിൽ പരാമർശിക്കുവാൻ പാടില്ല എന്നുള്ള സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. അപ്പൊ ഈ ജഡ്ജി എന്ത് കാരണത്താലാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവന നടത്തിയതെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് ഈ വിഷയത്തിലേക്ക് വലിച്ചിഴച്ചതെന്നോ ഉള്ളതും അന്വേഷിക്കണം. അതും അന്വേഷണ വിധേയമാക്കേണ്ട കാര്യമാണ്. അപ്പൊ ശ്രീ പിണറായി വിജയന്റെ കേസിൽ നിന്നും പിന്മാറിയ ഇതേ ജഡ്ജി അദ്ദേഹത്തിന്റെ നീതിബോധം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശത്തിൽ അദ്ദേഹത്തിന്റെ നീതിബോധം വളരെ ഉന്നത തലത്തിൽ എത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നിൽ നമുക്ക് പല സംശയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അത് തന്നെയുമല്ല, ഇദ്ദേഹം തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനെതിരെ വളരെ വിവാദപരമായ പ്രസ്താവന നടത്തിയത്. ശ്രീ വി എസ് അച്യുതാനന്ദന്റെ വിദ്യാഭ്യാസ കോടതി പരാമർശം പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നുള്ളത് 100 തരം. അതുകൊണ്ട് തന്നെ പരാമർശം മാറിക്കിട്ടാൻ കോടതിയിൽ സമീപിക്കും, റിവ്യൂ ഹർജി നൽകുമെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്? അല്ല, നമ്മുടെ കോൺഗ്രസിന്റെ വക്താവ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആൾക്കാർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ല എന്ന് നമ്മൾ എങ്ങനെ അടച്ചു പറയും? ഇതാണ് വിഷയം. അല്ലാതെ മുഖ്യമന്ത്രിയെ സംശയിക്കുന്നു എന്നതല്ല. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നിലപാടുണ്ടായിരിക്കണം എന്നതാണ് നാം ഗൗരവമായി ഉയർത്തേണ്ട വിഷയം. അതാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി നിഴലിൽ നിൽക്കുകയാണെങ്കിൽ രാജിവെക്കുന്നതല്ലേ ഉത്തമം? ഈ അർത്ഥത്തിൽ കോടതി നിരീക്ഷണം വളരെ ഗൗരവമായി സമീപിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ്, അത് തന്നെയാണ് ഗൗരവതരമായ പ്രശ്നം. വളരെ നന്ദി ശ്രീ ബിജു കല്ലുമല, റഫീഖുദ്ദീൻ പാലരി, ഒപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രേക്ഷകർക്കും നന്ദി. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.